സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് സ്നോഫാൾ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ്. ബിക്കോസ് ഹിമാലയത്തിൽ സ്നോഫാൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും കിട്ടേണ്ടതാണ്. കിട്ടിയാലൂട്ടി. നമുക്ക് വഴി കാണിച്ചു തരാണ്ട് പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്. ഏതോ കാട്ടിക്കൂടെയൊക്കെ പട്ടി കൊണ്ടുപോകുന്നുണ്ട്. ഫൈനലി നമ്മൾ സ്നോഫാൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സോലാങ് വാലി വന്നേക്കാണ്. ചെറിയ രീതിയിൽ സ്നോഫാൾ ഉള്ളൂ, പക്ഷെ ഫുള്ള് മഞ്ഞ് കൂടി കിടക്കുന്ന അവസ്ഥ കേട്ടോ. അഞ്ചരം ഫുള്ള് മഞ്ഞാണ് ഇവിടെ. എൻ്റെ മുട്ട് താഴ്ന്നു ഇത്രയും മഞ്ഞ് കിടണ്ട്. അപ്പൊ മഞ്ഞുണ്ട്. റോപ്പ് ചെയ്യേണ്ടവര്, സ്കീ ചെയ്യേണ്ടവര്, പാരഗ്ലൈഡ് ചെയ്യേണ്ടവരൊക്കെ സോലാങ് വാലി വന്നാൽ അതിനുള്ള അവസരം ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് സ്നോഫാൾ കിട്ടി തുടങ്ങി. അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ളൊരു സ്നോഫാൾ ഉണ്ട് ഇപ്പോൾ ഇവിടെ. മനസ്സിലാം. സ്നോ ഫ്ലേക്സ് ആയി കാണുന്നത് അത്യാവശ്യം കിട്ടുന്നുണ്ട് നമുക്ക്. ഫസ്റ്റ് ടൈം സ്നോ എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട് സ്നോഫാൾ? എങ്ങനെയുണ്ട്? അപ്പൊ സ്നോഫാൾ എങ്ങനെയുണ്ട്? വീടാ സനോ താഴേക്ക് ഇറങ്ങാണ്. ബായ് കാണിച്ചരാ. മണാലി വന്നിട്ട് സ്നോഫാൾ കിട്ടണമെങ്കിൽ റോത്താങ് പാസ് ഒക്കെ ഇപ്പം ക്ലോസാ. അപ്പൊ നേരെ സോലാങ് വാലി വന്നാൽ മതി. ഇവിടെ നല്ല കിടിലം പോലെ സ്നോഫാൾ നമുക്ക് കിട്ടും. ഞങ്ങൾ വന്നപ്പോൾ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അത്യാവശ്യം നല്ലോണം സ്നോഫാൾ ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം മുട്ടൊക്കെ താന്നു പോകുന്ന അത്രയും തരത്തിലുള്ള സ്നോഫാൾ കിട്ടുന്നുണ്ട്. അപ്പം മണാലി വരുന്നുണ്ടെങ്കിൽ സോലാങ് വാലി മസ്റ്റ് ചൂസ് കേട്ടോ. ബൈ. അങ്ങനെ 4 വർഷത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു സക്സസ്ഫുൾ ട്രിപ്പ് നടത്തി മണാലി. സക്സസ്. വെർത്തായി, ഒന്നും പറയാനില്ല. വണ്ടി സേഫാണ്. എന്തായാലും കുറച്ച് മഞ്ഞൊക്കെ പെയ്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിലും ഓക്കെയാണ്. നമ്മൾ നമ്മുടെ 2 വണ്ടിയും കൊടുത്തിട്ടുണ്ട്. ഓൾ ഗുഡ്. ഇവിടെ വരുന്നവര് ബൈക്ക് റെൻ്റലിന് ഇവിടെ കൊടുത്താൽ മതി.